KSRTC ഡ്രൈവർക്ക് ഇപ്പോൾ ആകെ പണി ചെയ്യുന്ന പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് മാത്രമാണ് പൂർണ്ണമായും തെറ്റ് എന്ന രീതിയിലാണ് നമ്മുടെ മേയർ സംസാരിച്ചത്. ഒരു മേയർ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാള് ഇമാതിരി നുണ പറയേണ്ട കാര്യം എന്താണെന്നാണ് എന്റെ ചോദ്യം. അതായത് അവർ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പൊളിച്ചടക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാതെ. അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് തടഞ്ഞതാകുന്നത്. സിഗ്നൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന് മുന്നേ ഞങ്ങൾ വണ്ടി കൊടുന്നിട്ടു. കുറുകെ നിർത്തി വാഹനം നിർത്തിച്ചതല്ല എന്നുള്ളതാണ് വാദം. ട്രാഫിക് നിയമ ലംഘനം അവിടെ നടന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്യാനോ നിർത്തിവെക്കാനോ പാടില്ല, ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു KSRTC വാഹനത്തിന്റെ മുന്നിൽ അത് സിഗ്നലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു സിഗ്നലിൽ എത്ര മിനിറ്റ് ആണ്? ഏറിയ 2 മിനിറ്റ്, ഇനി 3 മിനിറ്റ് കൂടിക്കോട്ടെ. നിങ്ങൾ ആ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ? എത്ര മിനിറ്റ് ഉണ്ട് ആ വീഡിയോ? അത്രയും നേരം സിഗ്നലും കട്ടാക്കി അവിടെ ഇങ്ങനെ വാഹനം നിർത്തിയിടുന്നത് നിയമലംഘനം തന്നെയാണ്. വാഹനം ഞങ്ങൾ ഒരിക്കലും കുറുകയല്ല നിർത്തിയത് എന്നാണ് അവരുടെ വാദം. അപ്പൊ നാളെ ഇനി സീബ്ര ലൈനിലൊക്കെ നിർത്തിയിട്ടിട്ട് ഇതേപോലെ ട്രാഫിക് ലൈനിലൊക്കെ നമുക്ക് വാഹനം കൊണ്ട് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇവിടെ ട്രാഫിക് നിയമലംഘനം നടന്നിട്ട് പോലും ഒരു തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ആരെങ്കിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം നിയമങ്ങൾ നമുക്ക് ബാധകമല്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തില്ല. മേയറാണേ ഈ പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ജീവനക്കാരിയാണ് അല്ലെ. അപ്പോ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നുണകൾ പറയുമ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പൊട്ടിപ്പൊളിയുന്നു എന്നുള്ളതാ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാ. മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കിട്ടി. പിന്നെ അടുത്ത കാര്യം എന്താണ്, പോലീസ് വന്നിട്ട് ഇയാളെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറക്കി എന്നുള്ളതാണ്. ഇവരൊരു നിയമപ്രകാരം ഒരു KSRTC ഡ്രൈവർ അവരുടെ ഡിപ്പോയിലും അതേപോലെ തന്നെ ഇത്തരത്തില് ഓരോ അപകടം വരുന്ന സമയങ്ങളിൽ മാത്രമാണ് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളതുണ്ട്. അതിൽ വലിയ ആൾക്കാർ വന്നാലും ചെറിയ ആൾക്കാർ വന്നാലും ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം പാലിച്ചതാണ് എന്നുള്ളതാണ്. പിന്നെ ഏകദേശം ഡെയിലി 740 രൂപ 750 രൂപയൊക്കെയാണ് ഒരാളുടെ കൂലി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 100% ഉറപ്പ് പറയാം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, റെഡ് സിഗ്നൽ നിർത്തിയിടുന്ന വാഹനത്തിന് മുന്നിലോട്ട് വന്ന് നിർത്തി, അതായത് അതൊരിക്കലും മുന്നിൽ കൊടുന്ന് കുറുകെ നിർത്തി ആ വണ്ടി തടഞ്ഞതിന് തുല്യമല്ല എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടി ഇപ്പൊ പോലീസുകാർ നിയമം വളച്ചൊടിക്കുന്നത്. സാധാരണക്കാരനാണെങ്കിൽ ഈ ഒരു രീതിയിലല്ല ഈ ഒരു നിയമം വരിക. അങ്ങനെ വാഹനം തടഞ്ഞു വെച്ചതിന് ആ റൂട്ട് ഓടേണ്ട മുഴുവൻ തുകയും ഗവൺമെന്റിന് കെട്ടേണ്ടി വരും. അതുകൂടാതെ കോടതി കയറി ഇറങ്ങി മെനക്കെടേണ്ടി വരും. മേയർ ആയതുകൊണ്ട് മേയർക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പറഞ്ഞ സാധനം, ഈ ബസ് ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇവര് അവരുടെ പിൻഗ്ലാസിലൂടെ അങ്ങോട്ട് നോക്കിയപ്പോ ഡ്രൈവർ ലൈംഗിക ചേഷ്ടയോടുകൂടി എന്തോ കാണിച്ചു, കൈ കൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു. അതായത് ആ വാഹനം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവരുടെ പിൻഗ്ലാസിലൂടെ നോക്കുമ്പോൾ, അപ്പൊ പിൻഗ്ലാസിലൂടെ ഡ്രൈവറെ കാണുന്നെങ്കിൽ ആ വാഹനം ഓവർടേക്ക് ചെയ്ത് വരികയല്ല എന്നുള്ളതാണ് അർത്ഥം. നേരെ പിന്നിലാവും. ഓവർടേക്ക് ചെയ്ത് പോയ സമയത്ത് ഇങ്ങനെ കൈ കാണിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ലൈംഗിക ചേഷ്ടിപരമായിട്ടുള്ള ആംഗ്യങ്ങൾ അദ്ദേഹം കാണിച്ച് ഞങ്ങൾ പിറകിലോട്ട് നോക്കിയപ്പോൾ കണ്ടു എന്നാണ് പറയുന്നത്. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇത്ര അധികം വൃത്തിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടയോ കാണിച്ച കാര്യം ഒഴിവാക്കി. കാരണം അങ്ങനെ ചെയ്തെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. സ്ത്രീകളോടുള്ള അതിക്രമമാണ്. അപ്പൊ നമുക്ക് ആ വിഷയം അങ്ങ് മാറ്റിവെക്കാം. നമുക്കിവിടെ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ ട്രാഫിക് നിയമം ലംഘിച്ചാൽ എത്ര രൂപ പിഴടക്കേണ്ടി വരും? ചിലപ്പോൾ കോടതിയും കയറി ഇറങ്ങേണ്ടി വരും. ഒരു മേയർക്ക് വേണ്ടി പോലീസുകാർ ഈ ഒരു നിയമം മാറ്റി എഴുതുന്നതും അതുപോലെ തന്നെ ഒരു KSRTC ജീവനക്കാരനെ മാത്രം കുറ്റക്കാരനാക്കുന്നതും, ഒരിക്കലും ഞാൻ പറയുന്ന ആ ഒരു സ്ത്രീയോടുള്ള അതിക്രമം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അയാൾ ചെയ്തതിലുള്ള തെറ്റ് എന്താണെന്നാണ്. അയാൾ ഇടതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്തു പോയി എന്ന് പറയുന്നു. ഇടതുവശത്തു കൂടെ ഓവർടേക്ക് ചെയ്തിട്ട് തന്നെയല്ലേ അപ്പൊ ഈ ഒരു കാറും വന്നിട്ടുള്ളത് എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ ഇടതുവശത്തു കൂടെ ബസ് ഓവർടേക്ക് ചെയ്തു പോയി എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. ഈ ലൈംഗിക ചേഷ്ടി നമുക്ക് മാറ്റി നിർത്താം. അപകടകരമായ രീതിയിൽ നമ്മളെ ഇടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു പോയപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ആ ഒരു വാഹനം ട്രാഫിക്കിൽ നിർത്തിയ സമയത്ത് സീബ്ര ലൈനിലൂടെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങൾ സീബ്ര ലൈനിൽ തന്നെയാണ് ഒരു വീല് നിൽക്കുന്നത്. അങ്ങനെ ഒരു ട്രാഫിക് നിയമം ഞങ്ങൾ ലംഘിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുത്തോളൂ എന്ന് പറയുന്നതിന് പകരം ഒരു ജനപ്രതിനിധി ഒരിക്കലും ഈ ഒരു രീതിയിൽ ഞങ്ങൾ ഒരിക്കലും തെറ്റ് കാണിച്ചിട്ടില്ല, ട്രാഫിക് നിയമം ലംഘിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതിലാണ് എനിക്കൊരു സങ്കടം തോന്നിയത്. കാരണം ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന ആളുകൾ എന്താ ചെയ്യുക? അതുപോലെ തന്നെ ഇവരൊരു മേയറാണെന്നും ഇവർ MLA ആണ് എന്നും ആ ഒരു ഡ്രൈവർക്ക് അറിയില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. എന്താണ് അങ്ങനെ അറിയില്ല എങ്കിലുള്ള ഒരു വിഷയം എന്നുള്ളതാണ്. നിങ്ങൾ നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ജില്ലയിലെ MLA കുറിച്ചും അതേപോലെ മേയർമാരെയൊക്കെ കുറിച്ചും എല്ലാ മനുഷ്യന്മാരും അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ വാശി പിടിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സംഖ്യയും ലുങ്കിയും കൊങ്ങിയും ആക്കുന്നതും തെറ്റാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ MLA പേര് പോലും അറിയില്ല, ആരെ MLA എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളും കേരളത്തിലുണ്ടേ, അല്ലെ? അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ഞങ്ങളെ രണ്ടുപേരും അറിയില്ല എന്ന ഒരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളുടെ ജീവിതം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അയാൾക്കൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, മുണ്ട് പൊക്കി കാണിച്ച ഒരു കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അത് കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ? ആ ഒരു കേസിന് വേണ്ടിയാണോ ഇപ്പൊ ഈ മേയർ വന്നിട്ട് ഇയാളെ തടഞ്ഞു വെച്ചത്? അല്ലല്ലോ. ഇനി ആ ഒരു കേസിന്റെ അവസ്ഥ എന്താ നമുക്കറിയില്ലേ? കോടതി വെറുതെ വിട്ട ഒരു കേസാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ്, ഒരു കഷ്ണം വെച്ചുകൊണ്ടും സംസാരിക്കുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്ത തെറ്റിനെ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവമെങ്കിലും അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ കാണിക്കണം എന്നുള്ളതാണ്. ഈ ഡ്രൈവർ ചെയ്ത തെറ്റ് എന്താണ്? ആ ഒരു ലൈംഗിക ചേഷ്ടി കാണിച്ചു, തെറ്റ്. അതിന് ഞാൻ യാതൊരു തരത്തിലും അതിനൊന്നും പറയുന്നില്ല. ശരിയാണ്, അത് തെറ്റാണ്, അദ്ദേഹം ചെയ്ത തെറ്റാണ്. അത് കോടതി മുഖാന്തരമോ പോലീസ് മുഖാന്തരമോ കേസെടുക്കട്ടെ, നല്ല കാര്യം, ഓക്കെ. പക്ഷെ അതേസമയം ഈ ഒരു വാഹനം തടഞ്ഞു നിർത്തിയത് ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് എന്ന് പറയാൻ കൂടി ആർജവം ഇവിടെയുള്ള ആ ഒരു പാർട്ടിക്കാർ കാണിക്കണ്ടേ? അത് കാണിക്കുന്നുമില്ല എന്നുള്ളതാണ്.